അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വർത്താനം? റാഹത്തല്ലേ? സുഖല്ലേ? ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് പ്രത്യേക ദിക്റുകളോ സ്വലാത്തുകളോ ഇസ്മുകളോ ഒന്നുമല്ല. ഒരു വെറൈറ്റി വീഡിയോ, ഒരു ഡിഫറെൻറ്റ് വീഡിയോ. ഇൻഷാ അല്ലാഹ് നമുക്കറിയാം, നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് തരത്തിലുള്ള അറിവുകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. പടച്ച റബ്ബിൻ്റെ സ്നേഹിതന്മാരെക്കുറിച്ച്, പടച്ച റബ്ബിൻ്റെ ഇഷ്ടദാസന്മാരെക്കുറിച്ച് നിങ്ങൾക്കറിയോ? അവരാരൊക്കെയെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മേ ബി കേട്ടിട്ടുണ്ടാവും, കൂടുതൽ ആളുകളും കേട്ടിട്ടുണ്ടാവില്ല അല്ലേ? എന്താണെങ്കിലും അവരെക്കുറിച്ച് നമുക്കൊന്ന് കേട്ടാലോ. ആരൊക്കെയാണ് പടച്ചോനക്ക് ഭയങ്കര ഇഷ്ടം, ആരൊക്കെയാണ് പടച്ചോന് താല്പര്യപ്പെടുന്നത്, ആ വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടാലോ. ഇൻഷാ അല്ലാഹ് അതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക, ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഒന്നാമത്തെ വിഭാഗം, ഏതൊരവസരത്തിലും ഏത് സാഹചര്യത്തിലും ക്ഷമിക്കുന്ന ആൾ. പടച്ചോനക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ പരീക്ഷണങ്ങളിലും പരീക്ഷകളിലും വിജയിക്കാൻ ശരിക്കും ക്ഷമ എന്നുള്ളതൊരു മാനദണ്ഡമാണ് അല്ലേ? ആ ക്ഷമിക്കുന്നവരെ പടച്ചോനക്ക് ഇഷ്ടമാണ്. രണ്ടാമത്തത്, നീതിമാന്മാരായിട്ടുള്ള ഭരണാധികാരി. ഏതൊരു ലീഡർഷിപ്പ് നമ്മൾ ഏറ്റെടുത്താലും അത് ഏതോ ആകട്ടെ, ഒരു പള്ളിയുടെ അല്ലെങ്കിൽ ഒരു മദ്രസയുടെ അല്ലെങ്കിൽ ഇങ്ങനെ ഏത് തരത്തിലുള്ള ലീഡർഷിപ്പ് നമ്മൾ ഏറ്റെടുത്താലും അതിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന ആ ഒരു ലീഡർ അവൻ നീതിമാനായാൽ ഓനെ പടച്ചോനക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ വിഭാഗം പറഞ്ഞു. മൂന്നാമത്തെ വിഭാഗം, തൻ്റെ സമ്പത്തിൽ അഹങ്കരിക്കാത്ത ബിസിനസ്സുകാരൻ, കച്ചവടക്കാരൻ. എനിക്കൊരുപാട് സമ്പത്തുണ്ട്, ഞാൻ വലിയ ആളാണ് എന്നുള്ളൊരു ധാരണയില്ലാണ്ട് എനിക്ക് പടച്ച റബ്ബിൻ്റെ കൃപ കൊണ്ടോ സമ്പത്ത് തന്നു, അതിലൂടെ ഞാൻ ദാനം നൽകണം, അല്ലെങ്കിൽ ആ സമ്പത്തിനൊരു വിലയില്ല, ആ പടച്ചോൻ തന്നതാണ്, ഓനക്ക് ഇഷ്ടമുണ്ടാകുമ്പോൾ തിരിച്ചെടുക്കും, അത്രേ ഉള്ളൂ അതിന് വാല്യൂ എന്ന് മനസ്സിലാക്കി അതിൽ അഹങ്കരിക്കാത്ത ആൾ, ഓലിയും പടച്ചോനക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ മറ്റൊരു വിഭാഗമാണ് കളവും വഞ്ചനയും ചതിയും ഇല്ലാത്ത കച്ചവടക്കാരൻ. നമ്മളൊരു കച്ചവടം ചെയ്യുമ്പോൾ അതിൽ നമ്മൾ വഞ്ചനയോ ചതിയോ കളവോ ഒന്നും നമ്മൾ ചെയ്യരുതേ. അത് പടച്ചോനക്ക് ഭയങ്കര ദേഷ്യമാണ്. അതില്ലാത്ത ആളുകളെ പടച്ചോനക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കച്ചവടത്തിൽ പടച്ച റബ്ബ് പ്രത്യേകമായിട്ടുള്ളൊരു ബറക്കത്ത്, പ്രത്യേകമായിട്ടുള്ളൊരു ഇസ്സത്ത്, പ്രത്യേകമായിട്ടുള്ളൊരു റിഫഅത്ത്, ഉയർച്ച ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബ് കൊടുക്കും. അതുപോലെ തന്നെ മറ്റൊരു വിഭാഗമാണ് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന ആളുകൾ. മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യുക? നന്മകൾ ചെയ്യുക. അവരെ പടച്ചോനക്ക് ഇഷ്ടമാണ്. അതുപോലെ ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുന്ന ഒരു സത്യവിശ്വാസി, വുളൂ ദായിമാക്കുന്നവൻ. പരമാവധി നമ്മൾ വുളൂ എന്ത് ചെയ്യുക? നിത്യമാക്കുക. ഏത് സമയത്തും നമ്മൾ വുളൂയിലായിരിക്കുക. നിസ്കാരങ്ങൾക്ക് മാത്രമല്ല, ആ നിസ്കാരങ്ങൾ കഴിഞ്ഞാലും പിന്നെയും നമ്മൾ ആ വുളൂ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അവരെയും പടച്ചോനക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ സമ്പത്ത് കൊണ്ടോ ഇൽമ കൊണ്ടോ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്തു കൊടുക്കുന്ന ആൾ. ഒരാൾക്ക് ഒരുപാട് സമ്പത്തുണ്ട്, അപ്പോൾ അവൻ എന്ത് ചെയ്യുക? അവൻ്റെ സമ്പത്തിൽ നിന്ന് വേറെ ഇല്ലാത്ത ആളുകളെ സഹായിക്കുക, ഇല്ലാത്ത ആളുകൾക്ക് സമ്പത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക. അത് അവരെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഒരാൾക്ക് ഭയങ്കര അറിവാണുള്ളത്, അപ്പോൾ എന്ത് ചെയ്യുക? അവനിക്കുള്ള അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അതിലൂടെ അവർക്ക് മറ്റുള്ളവർക്ക് അറിവ് എത്തിച്ചു കൊടുക്കുക. ഇവരെയും പടച്ച റബ്ബിന് ഭയങ്കര ഇഷ്ടമാണ്. ഈ പറഞ്ഞ വിഭാഗങ്ങളൊക്കെ പടച്ച റബ്ബിൻ്റെ അഹ്ബാബികളാണ്, പടച്ച റബ്ബിൻ്റെ ആളുകളാണ്, പടച്ച റബ്ബിന് ഇഷ്ടമുള്ളവരാണ്. അള്ളാഹുവേ, ഞങ്ങളെല്ലാവരെയും നിൻ്റെ ഇഷ്ടദാസന്മാരിൽ, നീ ഇഷ്ടപ്പെടുന്ന ആളുകളിൽ ഉൾപ്പെടുത്തണേ. എന്താണേലും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും.